കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഒരു ഇസ്ലാമിക പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇസ്ലാമികമായ എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും മതാനുഷ്ഠാനങ്ങളും നോമ്പുകളും സക്കാത്തും ഒക്കെ ചെയ്തു ജീവിച്ച പ്രിയ ശിഹാബുദ്ദീനും കുടുംബവും ജീവിതത്തിന്റെ തകർച്ചകളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ തങ്ങൾ വിശ്വസിച്ച മതങ്ങളും തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മതിയാകെയില്ലാതെ വന്നപ്പോൾ ജീവിതത്തിൽ ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പ്രിയ ശിഹാബുദ്ദീൻ ദൈവത്തിന്റെ കൃപയാൽ ദൈവസ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം, അഖിലലോക രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ സന്ദർശനം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുകയും ജീവിതത്തിലേക്ക് അവർ മടങ്ങി വന്നു. ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ഗ്രഹിച്ചു. ജീവിതത്തിന് യഥാർത്ഥ സ്നേഹമെന്തെന്നും സന്തോഷമെന്തെന്നും അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് കുടുംബമായി അവർ യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഉച്ചയോടെടുക്കുന്ന സമയത്തോ ഈ ദേശത്തിന്റെ നടുവിലും ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തെ കുറിച്ച് ഈ ദേശത്തോട് അറിയിക്കുന്നത് പ്രിയ ശിഹാബുദ്ദീന്റെ മൂത്ത മകൻ അല്ലമി, കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള ബികോമിന് പഠിക്കുന്ന പ്രിയ പൈതൽ അല്പമായി സത്യസുവിശേഷത്തെ കുറിച്ച് ദേശത്തോട് അറിയിക്കും. അതിനായി പ്രിയ അല്ലമീനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ഉച്ചസമയം എല്ലാ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിന്റെ ഈ ഉച്ചസമയം ഈ ദേശത്ത് കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ വലിയവനായ കർത്താവ് എന്റെയും ജീവിതത്തിൽ ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. അടുത്തുമകലയുമായി ഈ ശബ്ദപരിധികളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അഖില ലോക രക്ഷിതാവ് മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ രേഖപ്പെടുത്തുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു തന്നെ. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികൾ ഒന്നടങ്കം വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആഘോഷിക്കുന്ന ക്രിസ്മസിനോടനുബന്ധിച്ചാണ്, ആ സമയത്തോടനുബന്ധിച്ചാണ് നാം ഓരോരുത്തരും ഈ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന് വേണ്ട ഒരുക്കങ്ങളും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തിക്കൊണ്ട് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു സമയത്തിൽ ഇത്തരത്തിലുള്ള സുവിശേഷ സന്ദേശങ്ങളുടെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ക്രിസ്മസ് എന്തെന്ന് പോലും അറിയാത്ത പലരും നമ്മുടെ നാട്ടിലുണ്ട്. യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ യേശുക്രിസ്തു എന്തിന് ഈ ഭൂമിയിൽ അവതരിച്ചു എന്നും യേശുക്രിസ്തു എപ്രകാരം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു എന്നും യേശുക്രിസ്തു എപ്രകാരം നമ്മെ രക്ഷകനായി തീർന്നു എന്നും യേശു ആരാണെന്ന് പോലും അറിയാത്ത പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാ ഈ സന്ദേശം ഈ ഉച്ചസമയം ഇവിടെ കടന്നു നിങ്ങളോട് അല്പനേരം പങ്കുവെക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. യേശു ആര് എന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും പറയാനുണ്ടായിരിക്കുന്നത്. ചിലർ പറയും യേശു ഒരു മതസ്ഥാപകനാണെന്ന്, ചിലർ പറയും യേശു വളരെ നല്ലവനായ ഒരു മനുഷ്യനാണെന്ന്, ചിലർ പറയും യേശു ഒരു എഴുത്തുകാരനാണ്, ചിലർ പറയും യേശു ഒരു നേതാവാണ്, മറ്റു ചിലർ പറയും യേശു ഒരു വൈദ്യനാണ്. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് യേശു? യേശു എന്ന രണ്ടക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി പ്രവാഹം എത്രത്തോളമാണെന്ന് പലപ്പോഴും നാം ഓരോരുത്തരും ചിന്തിക്കാത്ത യാഥാർത്ഥ്യമാണ്. ആരാണ് യേശു എന്ന് നാം ചിന്തിച്ചാൽ, അഖിലാന്റെ ചരിത്രത്തോട് വിളിച്ചു ചോദിച്ചാൽ അഖിലാന്റെ ചരിത്രം വിളിച്ചു കാട്ടിത്തരും. ഉലക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നാമം ഉയർത്തിയ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചതുപോലെ കന്യകയായ മറിയയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രിയമുള്ളവരെ, ജീവനുള്ള ഏകസത്യ ദൈവമായ ക്രിസ്തു ജഡാവതാരം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി
തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ വചനം പഠിപ്പിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ചിന്തിക്കണമേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വളരെ അർത്ഥങ്ങളുള്ള ഒരു വാക്യശകലമാണ് നാം വായിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു. മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും സാധ്യമല്ലാത്ത നിലവാരത്തിലായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനം. കന്യകയുടെ ഗർഭപാത്രത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാനിടയായി തീർന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ മനുഷ്യനെ അവന്റെ പാപങ്ങളിൽ നിന്ന്, ആദാമ്യ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായി ഈ ഭൂമിയിൽ അവതരിച്ചവൻ രാജകൊട്ടാരത്തിലോ മറ്റ് യഹൂദന്മാരുടെ രാജാവായിരുന്നിട്ട് പോലും മറ്റു സ്ഥലങ്ങളൊന്നുമല്ല ജനിച്ചത്. തിരുവചനം പഠിപ്പിക്കുന്നു, അവൾ ഏകജാതനായ പുത്രനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. തിരുവചനം ഒന്നാകെ പഠിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ജനനം കാലിത്തൊഴുത്തിലായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബത്ലഹേമിൽ എവിടെയോ ജനിച്ച് യേശു ക്രിസ്തുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പലരും ആ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് വചനങ്ങളെ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിമറിച്ചുകൊണ്ട് പല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മൾ ആഘോഷിക്കും ക്രിസ്മസ് എന്നെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഡിസംബർ 25. ബൈബിളിലെ ഒരിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ഡിസംബർ 25 യേശു ജനിച്ചു എന്ന്. പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിസംബർ 25 ക്രിസ്മസ് എന്ന് ആഘോഷിക്കുന്നതെന്നായിരിക്കും ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നത്. ഈ ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുന്നത് പലപ്പോഴും നാം ഇന്ന് സമൂഹത്തിൽ ഒന്ന് ഇറങ്ങി ചിന്തിച്ച് മദ്യക്കുപ്പികൾ വാങ്ങി ചിലപ്പോ 25-ാം തീയതി അവധി ആയതുകൊണ്ട് 24-ാം തീയതിയിലെ പോയി ബാറിൽ ക്യൂ നിൽക്കും. മദ്യക്കുപ്പികൾ വാങ്ങി തടിപ്പിച്ച മൃഗങ്ങളെ അറുത്ത് കുടുംബമായി ആഘോഷിച്ച് സമൂഹവും സമയവും പണവും ഒരുപോലെ ചെലവഴിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാരും ആഘോഷിക്കുന്നു, അതുകൊണ്ട് ഞാനും ആഘോഷിക്കുന്നു. പലരും ഈ ഒരു നിലവാരത്തിലായിരുന്നു ക്രിസ്തുവിന്റെ ജനനം എന്തെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതല്ല പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. യേശു ക്രിസ്തുവിൽ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ യേശുവിന്റെ ജനനം എപ്രകാരമായിരുന്നു എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് രൂപങ്ങളെ ഉണ്ടാക്കി പുൽക്കൂടിനകത്ത് വെച്ച് ഇതാണ് ഉണ്ണി യേശു എന്ന് പറഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പന്മാരെ സങ്കല്പിക രൂപങ്ങളെ ഉണ്ടാക്കി ക്രിസ്മസ് ട്രീകള് ഉണ്ടാക്കി വെച്ച് ഇതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന വിശ്വാസിയെ ബൈബിളിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ഇങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്, ഇത് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് വെറുക്കൂത്തുകൾ കാണിക്കുന്ന മനുഷ്യ ബൈബിൾ അടിസ്ഥാനത്തിൽ നിനക്ക് തെളിയിക്കാൻ സാധിക്കുമോ ഇതാണ് ക്രിസ്മസ് എന്ന്? യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ക്രിസ്തുവിന്റെ ജനനത്തെ വളച്ചൊടിച്ച് മദ്യത്തിനും മയക്കമരുന്നിനും അടിമപ്പെടുത്തി സ്വന്തം ആരോഗ്യത്തെ നശിപ്പിച്ച് സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളരുതാത്തവരെ തീർന്നുകൊണ്ടിരിക്കുന്ന മാന്യമിത്രമേ, നിങ്ങളോട് ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ വചനം എന്തെന്ന് ഗ്രഹിച്ചു കൊള്ളണം. ദൈവത്തിന്റെ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നാം ഓരോരുത്തരും പ്രവർത്തിക്കുവാനിടയായി തീരേണ്ടത്. അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു. എന്നിട്ടോ 33 തിരുവയസ്സ് വരെ താൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അനാഥർക്ക് ആശ്വാസമേകയും വിധവയ്ക്ക് ന്യായപാലനവും രോഗിക്ക് സൗഖ്യവും ആശ്വാസവും മരിച്ചവന് ജീവന് പുനരുദ്ധാനവും സൗജന്യമായി നൽകിക്കൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായി തീർന്നു. എന്നിട്ടോ പ്രവാചകന്മാർ മുൻകൂട്ടി അരുളി ചെയ്തതുപോലെ ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപേ ഗബത മുതൽ ഗോൽഗോഥ വരെ സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായിട്ട് റോമൻ ഗവൺമെന്റിന്റെ ചാട്ടവാർ ഏറ്റെടുത്തുകൊണ്ട് നിതങ്ങൾ പൊട്ടുമാറ് ആകാശത്തിൽ അത്യുച്ചത്തിൽ ഉയർന്ന നിലവിളിയോടെ യേശു ക്രിസ്തു ആകാശത്തിന് ഭൂമിക്ക് മധ്യേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെ സ്വന്തം തോളിൽ തലചായ്ച്ച് മാനവ പാപത്തിന് പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. നോക്കണമേ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം
എന്തിനു വേണ്ടിയിട്ട് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിൽ നിന്ന് വിമോചനമില്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ദൈവ തേജസ് ആദാമ്യ പാപത്തിലൂടെ അവനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ദൈവ തേജസ്സിനെ മടക്കി കൊണ്ടുവരുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന ദൈവിക വിധിയുടെ മുൻപാകെ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഈ ഭൂമിയിൽ ഉദയം ചെയ്യുവാനിടയായി തീർന്നത്. എന്നിട്ടോ പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചതുപോലെ താൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. പക്ഷേ ലോക മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ, ലോക നേതാക്കന്മാരുടെ കല്ലറകൾ ഇന്ന് മറഞ്ഞു കിടക്കുമ്പോൾ, ഞാൻ വിളിച്ചു പറയട്ടെ, ഉച്ച സമയം പാലസ്തീന്റെ പച്ച മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ലറ മറ്റാരുടെയുമല്ല, ഈ പകൽക്കാലം അല്ലമേൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാ ഇന്നും അഖിലാണ്ടത്തിൽ തുറന്നിരിക്കുന്ന ഒരേ ഒരു കല്ലറ. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, വചനം പ്രവാചകന്മാർ മുൻകൂട്ടി അരുളി ചെയ്തതുപോലെ റോമൻ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ചെറിഞ്ഞുകൊണ്ട് കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല, കല്ലറയ്ക്ക് അവനെ തളർത്തു വെക്കാൻ സാധിച്ചില്ല. മറിച്ച് ആ കല്ലറയെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പ്രവചനത്തിനൊത്തവണ്ണം യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. കേവലം കെട്ടുകഥയല്ല മനുഷ്യ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, യാഥാർത്ഥ്യമാണ് താങ്കൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുവചനം ഇപ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് പരിശോധിച്ച്, പലപ്പോഴും നാം പാപിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പാപത്തിന് പരിഹാരം കാണാനായിട്ട് പല കർമ്മമാർഗങ്ങൾ അവലംബിക്കുന്നു. നേർച്ചകള്, കാഴ്ചകള്, പുണ്യ കർമ്മങ്ങള്, ഹോമങ്ങൾ, യാഗങ്ങൾ, സക്കാത്തുകൾ, നോമ്പുകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങള്, കർമ്മമാർഗങ്ങള്, അർപ്പണ തർപ്പണ കാഴ്ചകള് എല്ലാം നടത്തിയിട്ടും പാപത്തിന് പരിഹാരം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം: പാപത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷിതാവ് ഈ പകൽക്കാലം അല്ലമേൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മാനവജാതിക്ക് രക്ഷയില്ല എന്ന് മനുഷ്യ താങ്കൾ ഗ്രഹിച്ചു കൊള്ളുക. യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തു ഇന്നും ജീവിക്കുവാൻ ഇടയായി തീർന്നു. ക്രിസ്തു കേവലം ഒരു മതസ്ഥാപകനല്ല, ഒരു മതത്തിന്റെ വക്താവല്ല, മറിച്ച് സകല മാനവജാതിക്കും ഉണ്ടായ മഹാസന്തോഷമാണ് ക്രിസ്തു. ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു, ഭൂമിയിൽ മരിച്ചത് കേവലം ഒരു കൂട്ടരുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല. ഈ ഹൈന്ദവന്റെയോ മുസൽമാന്റെയോ സിഖുകാരന്റെയോ ജൂതന്റെയോ പാർസിയുടെയോ യഹൂദന്റെയോ യവനന്റെയോ ഒരു കൂട്ടത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സകല മാനവജാതിക്കിടെയും പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര, ഇനി ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കണ്ട. താങ്കളുടെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുൻപേ കാൽവരി ക്രൂശിൽ പരമയാഗമായി മരിക്കുവാൻ, നമുക്ക് മറുവിലയായി മരിക്കുവാനിടയായി തീർന്നു. അതിലൂടെ താങ്കളുടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ താങ്കളുടെ പാപത്തിന് കറ കഴുകുവാനിടയായി തീരും. താങ്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണത്തിന്റെ കരാഹസ്തം താങ്കളെ തേടിയെത്തുന്നതിന് മുൻപേ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ആകയാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുക. ദേശമേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന വചനത്തിനൊത്തവണ്ണം ഈ സുവിശേഷം നിങ്ങളോട് വിളിച്ചറിയിക്കുമ്പോൾ കേട്ടില്ല എന്ന് നടിച്ച് വിട്ടുകളഞ്ഞ് ജീവിക്കരുതേ സഹോദര. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ഏക മാർഗം യേശുവിന്റെ മാർഗം മാത്രമാണ്. ഇത് വിളിച്ചു പറയുന്ന എന്റെ പേര് അല്ലമീൻ എന്ന. പാരമ്പര്യമായ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലമീൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിച്ചിരുന്ന കർമ്മമാർഗങ്ങൾക്കോ, ഞാൻ അവലംബിച്ചിരുന്ന പ്രസ്ഥാനങ്ങൾക്കോ, ഞാൻ വിശ്വസിച്ചിരുന്ന മറ്റ് പ്രസ്ഥാനങ്ങൾക്കോ, നേതാക്കന്മാർക്കോ, ആചാര വര്യന്മാർക്കോ എന്നെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. എന്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ സാധിച്ചില്ല. എന്റെ രോഗത്തിന്മേൽ എനിക്ക് സൗഖ്യം തരാൻ സാധിച്ചില്ല. എന്റെ ആവശ്യങ്ങൾക്ക് മേൽ, എന്റെ പ്രാർത്ഥനയ്ക്ക് മേൽ മറുപടി തരാൻ സാധിച്ചില്ല. മറിച്ച് എന്നെ രക്ഷിച്ച നല്ല രക്ഷിതാവ് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ജീവിക്കുന്ന സത്യദൈവമാണ്.
അതുകൊണ്ടാ അല്ലമീൻ ഈ ഉച്ച സമയം വന്നു നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊരുത്തിനും രക്ഷയില്ല എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയൊരു നിമിഷം പോലും കുറ്റമറ്റ മനസാക്ഷിയോടെ നീറുന്ന വിഷയത്തിന്മേൽ പാപിയായി കുടുംബം ഒറ്റപ്പെടുത്തി, സമൂഹം ഒറ്റപ്പെടുത്തി, ചാർച്ചക്കാർ ഒറ്റപ്പെടുത്തി, കൂട്ടുകാർ ഒറ്റപ്പെടുത്തി, ഇവിടം കൊണ്ട് ജീവിതം അവസാനിച്ചു, എന്റെ ജീവിതത്തിൽ ഇനിയൊരു ഉയർച്ചയില്ല, ഞാൻ കടഭാരത്തിൽ അകപ്പെട്ടു, രോഗത്തിൽ അകപ്പെട്ടു, മദ്യത്തിൽ അകപ്പെട്ടു, ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന വ്യക്തിയെ, മാന്യമിത്രമേ, ഞാൻ വിളിച്ചു പറയട്ടെ, താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ആ യേശുവിനെ പ്രവർത്തിക്കുവാനായിട്ട് ഒരേ ഒരു അവസരം മാത്രം നൽകുക. നിങ്ങളുടെ പണമോ സമ്പത്തോ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. തകർന്നു നുറുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുവാനിടയായി തീരുമോ? യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. പലവിധ ഭാരങ്ങളിൽ അകപ്പെട്ട് ഇന്നും ആകുല ചിന്തയോട് ജീവിതം നാളെ എന്തെന്ന് ആകുല ചിന്തയിൽ നിൽക്കുന്ന മാന്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, ഈ ഉച്ച സമയം ഈ സുവിശേഷ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ യേശു ക്രിസ്തുവിന് ആവശ്യമുണ്ട്. യേശു ക്രിസ്തു നിങ്ങളുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റും. യേശു നിങ്ങളെ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. യേശു ക്രിസ്തു ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല. യേശു ക്രിസ്തു ഒരിക്കലും നിങ്ങളെ കൈവിടത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം ലോകാവസാനത്തോളം നമ്മോട് ഓരോരുത്തരും കൂടെ ഇരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കർത്താവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ഈ കാൽവറി ക്രൂശിൽ മരിച്ചുവെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ തന്നെ താങ്കളുടെ പാപം ക്ഷമിച്ച് ഉള്ളിൽ ദൈവിക സമാധാനം നൽകി താങ്കളെ ക്രിസ്തു ഒരു ദൈവ പൈതലാക്കി മാറ്റുന്നു. കേവലം മതപരിവർത്തനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മതത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മതമില്ലാത്ത ഒരു കൂട്ടരെ ഞങ്ങൾ. മതം പരിവർത്തനമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാർഗം, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന മാർഗം, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഉലകത്തിലെ ഒരേ ഒരു മാർഗം ഈ പകൽക്കാലം അല്ലമേൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സത്യമാർഗം മാത്രമാണ്. അതുകൊണ്ടാ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തു മനുഷ്യനെ അവതരിച്ചത് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാ. മനുഷ്യ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവെങ്കിൽ എടുക്കപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കർത്താവിന്റെ ആകാശമേഘങ്ങളിലെ മടങ്ങി വരവാ. ആ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോയാൽ സഹോദര സഹോദരി, താങ്കൾക്ക് പറഞ്ഞു തരാത്ത നഷ്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. താങ്കളുടെ അധ്വാനത്തിനോ വിദ്യാഭ്യാസത്തിനോ സമ്പത്തിനോ ആരോഗ്യത്തിനോ ബാങ്ക് ബാലൻസിനോ മരണത്തിനപ്പുറം നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കത്തില്ല കേട്ടോ. മരണത്തിനപ്പുറം ഒരു നിത്യജീവൻ ഉണ്ട് കേട്ടോ. ഇത് കേട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു പോകരുതേ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് എവിടെ ചെലവഴിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നിത്യയാതനയുടെ സ്ഥലവും നിത്യ സൗഭാഗ്യത്തിന്റെ സ്ഥലവും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മുൻപിൽ അവസരമുണ്ട്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വചനത്തെ ഒത്തവണ്ണം ഈ സുവിശേഷ സന്ദേശം താങ്കളുടെ ഹൃദയത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയ കവാടത്തോട് യേശു ക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുക. താങ്കളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി തുറക്കാൻ ഇടയായി തീരുമോ? ഒരേ ഒരു അവസരം കർത്താവിന് പ്രവർത്തിക്കുവാൻ നൽകുമോ? താങ്കളുടെ സകല പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശിയായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇത്രത്തോളം എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ദേശനിവാസികൾക്കും വേഗം വരുന്നവനായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കേൾപ്പിച്ച നല്ല തിരുവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഒരുപക്ഷെ താങ്കൾ സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ തലമുറയെ ചൊല്ലിയുള്ള പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ നിരാശയിലകപ്പെട്ട് ജനിച്ച ദിവസത്തെ പോലും ശപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചു ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുമ്പോൾ മാറ്റമില്ലാത്ത നിത്യ സന്ദേശമാകുന്ന സുവിശേഷം ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുമെങ്കിൽ താങ്കളുടെ ഹൃദയത്തിൽ
ദൈവികമായ സമാധാനം കൊണ്ട് താങ്കളെ നിത്യരക്ഷയ്ക്ക് അവകാശിയാക്കിക്കൊണ്ട് താങ്കളുടെ ഏത് പ്രതിസന്ധികൾക്കും മറുപടി തരാൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു താങ്കളെയും ആശ്വസിപ്പാൻ ഇടയായിത്തീരും. ആർക്കെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അരികിലേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. അതല്ല, കടന്നു വരുവാൻ കഴിയാതെ ആരെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളാലൊക്കെ ഭാരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് അവിടുന്ന് നിന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിയ ദൈവമാണെന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് അങ്ങേ എൻ്റെ രക്ഷിതാവും ദൈവമായി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. എന്നെ ഒരു ദൈവവിധലാക്കി മാറ്റണമേ എന്ന് താങ്കൾ പ്രാർത്ഥിച്ചാൽ താങ്കളെയും യേശുവിൻ്റെ നിത്യരക്ഷ സമാധാനം തേടി വരുവാൻ ഇടയായിത്തീരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ദേശത്തും കടന്നു വന്ന് മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശം വിളിച്ചറിയിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത് കേട്ട ഓരോ ജനങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കണമേ. വിവിധമായ വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട്, അമ്മ തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്, പ്രയാസത്തിലും രോഗത്തിലും ഇരിക്കുന്നവരുണ്ട്. പൂർണ്ണമായ സൗഖ്യം പകർന്നു കൊടുത്ത് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിച്ച് ദൈവമായ കർത്താവിനെ വീണ്ടെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ നല്ലവരായ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.